കാർത്തിക നക്ഷത്രക്കാർക്ക് 2025 നവംബർ മാസം തീവ്രമായ ഊർജ്ജസ്വലതയുടെയും ദൃഢനിശ്ചയത്തിന്റെയും ആത്യന്തികമായ വിജയത്തിന്റെയും ഒരു കാലഘട്ടമായിരിക്കും. ഈ നക്ഷത്രത്തിന്റെ അധിപനായ സൂര്യന്റെയും അഗ്നിദേവതയുടെയും സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഒരു പുതിയ പ്രകാശം ചൊരിയും. നിങ്ങൾ ലക്ഷ്യബോധത്തോടെ മുന്നേറാൻ തീരുമാനിച്ചാൽ ഈ മാസം നിങ്ങളുടെ കഴിവുകളിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ കാണാനും ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും അത് വിജയകരമായി നടപ്പിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഓരോ മേഖലയിലും കാർത്തിക നക്ഷത്രക്കാർക്ക് ലഭിക്കാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യാം. നവംബർ മാസം കാർത്തിക നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന്റെയും വ്യക്തിത്വത്തിൽ തിളക്കം കൂടുന്നതിന്റെയും സൂചന നൽകുന്നു. നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങൾ പ്രകടമാക്കാനും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം നേടാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം നിങ്ങളിൽ നിറയും. ഇത് പുതിയ സംരംഭങ്ങളിലേക്ക് കടക്കാനും നിലവിലുള്ളവ മെച്ചപ്പെടുത്താനും സഹായിക്കും. സാമൂഹികമായ ഇടപഴകലുകളിലൂടെ പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സാധിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി കൂടുന്നതിനാൽ ആശയവിനിമയം കൂടുതൽ ഫലപ്രദമാകും. നിങ്ങളൊരു നേതൃത്വ പദവിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഈ മാസം അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ കാര്യശേഷിയും ദൃഢനിശ്ചയവും മേലധികാരികളുടെ ശ്രദ്ധ ആകർഷിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി ഏറ്റെടുക്കാനും നടപ്പിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ചെയ്തു തീർത്ത ജോലികൾക്ക് അംഗീകാരം ലഭിക്കും. പ്രൊമോഷനോ ഉയർന്ന ശമ്പളത്തോടു കൂടിയ പുതിയ റോളോ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും. പുതിയ പ്രോജക്റ്റുകളിൽ അവസരം ലഭിക്കാം. ഇത് നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സഹായകമാകും. ലാഭകരമായ ഡീലുകൾ ഉറപ്പിക്കാനും സാധിക്കും. നിക്ഷേപങ്ങൾ നടത്താനും ബിസിനസ് വിപുലീകരിക്കാനും ഇത് നല്ല സമയമാണ്. എന്നാൽ എല്ലാ തീരുമാനങ്ങളും സൂക്ഷ്മതയോടെ എടുക്കണം. പുതിയ ജോലി അന്വേഷിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ താല്പര്യങ്ങൾക്കും കഴിവിനും അനുസരിച്ചുള്ള ഒരു മികച്ച ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അഭിമുഖങ്ങളിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വിജയത്തിലേക്ക് നയിക്കും. പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനും നൈപുണ്യ വികസന കോഴ്സുകളിൽ പങ്കെടുക്കാനും ഈ മാസം അവസരം ലഭിക്കും. ഇത് നിങ്ങളുടെ കരിയറിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകും. സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ഇത് തൊഴിൽപരമായ കാര്യങ്ങൾ കൂടുതൽ സുഗമമാക്കാൻ സഹായിക്കും. ടീം വർക്കിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കാൻ അവസരം ലഭിക്കും. നിങ്ങളുടെ വരുമാന സ്രോതസ്സുകളിൽ വർധനവുണ്ടാകും. നിലവിലുള്ള ജോലിയുടെ ശമ്പള വർധനവിന് പുറമെ മറ്റു വഴികളിലൂടെയും പണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെയധികം മെച്ചപ്പെടുത്തും. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ഈ മാസം മികച്ച ലാഭം പ്രതീക്ഷിക്കാം. ഓഹരി കമ്പോളത്തിലോ റിയൽ എസ്റ്റേറ്റിലോ പുതിയ നിക്ഷേപം നടത്താൻ ഇത് അനുകൂലമായ സമയമാണ്. ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. എന്നാൽ സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ഉചിതമാണ്. നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങളുടെ മനസമാധാനം വർദ്ധിപ്പിക്കുകയും സാമ്പത്തികമായി ഒരു സുരക്ഷിതത്വം നൽകുകയും ചെയ്യും. ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും കാർത്തിക നക്ഷത്രക്കാർക്ക് 2025 നവംബർ മാസം സന്തോഷകരമായ അനുഭവങ്ങൾ നൽകും. നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളവും സ്നേഹവും നിറഞ്ഞതായിരിക്കും. പരസ്പരം മനസ്സിലാക്കാനും പിന്തുണയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കും. ചെറിയ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും. ദാമ്പത്യത്തിൽ റൊമാൻസും അടുപ്പവും വർദ്ധിക്കും. ഒരുമിച്ചുള്ള യാത്രകൾ പോകാനും കൂടുതൽ സമയം ചെലവഴിക്കാനും സാധിക്കും. ഇത് നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കും. അവിവാഹിതരായ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. വിവാഹം നിശ്ചയിക്കാനുള്ള നല്ല സമയമാണിത്. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടികളുള്ളവർക്ക് അവരുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനും അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും സാധിക്കും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സാധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കും. മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ സ്നേഹവും ബഹുമാനവും നിറഞ്ഞതായിരിക്കും. അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ്. സഹോദരങ്ങളുമായി നിലവിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും പരിഹരിക്കപ്പെടും. പരസ്പരം സഹായിക്കാനും പിന്തുണയ്ക്കാനും സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ആഘോഷങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇത് സന്തോഷം വർദ്ധിപ്പിക്കും. പുതിയ അംഗങ്ങൾ കുടുംബത്തിലേക്ക് വരാനും സാധ്യതയുണ്ട്. പുതിയ സുഹൃത്തുക്കളെ നേടാനും സാമൂഹിക വൃത്തം വികസിപ്പിക്കാനും സാധിക്കും. നിങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ആകർഷിക്കുകയും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഈ മാസം അനുകൂലമാണ്. ധ്യാനം, പ്രാർത്ഥന, യോഗ എന്നിവയിൽ കൂടുതൽ താല്പര്യം തോന്നാം. ഇത് മാനസിക സമാധാനവും ഉൾക്കാഴ്ചയും നൽകും. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകും. സമ്മർദ്ദങ്ങളും ഉത്കണ്ഠകളും കുറയാൻ ഇത് സഹായകമാകും. ആത്മീയ ഗുരുക്കന്മാരെ സന്ദർശിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും അവസരം ലഭിക്കാം. ഇത് നിങ്ങളുടെ ജീവിത വീക്ഷണത്തിന് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. മതപരമായ ചടങ്ങുകളിലും പൂജകളിലും പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് ആത്മീയമായ സംതൃപ്തി നൽകും. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് നല്ലതാണ്. സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയമായി നിങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകും.
മറ്റുള്ളവരെ സഹായിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ചിന്താഗതിയെയും സമീപനങ്ങളെയും മാറ്റിയേക്കാം. ആത്മീയ പുസ്തകങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും ആത്മീയ പാതയിൽ മുന്നോട്ട് പോകാനും സഹായിക്കും. ആരോഗ്യപരമായി ഈ മാസം പൊതുവെ നല്ലതായിരിക്കും. ഊർജ്ജസ്വലതയും നല്ല പ്രതിരോധ ശേഷിയും അനുഭവപ്പെടും. ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിലും അത് വേഗത്തിൽ ഭേദമാകും. മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകണം. വ്യായാമവും നല്ല ഭക്ഷണവും ശീലിക്കുന്നത് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതിയുണ്ടാകും. പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ വിഷയങ്ങൾ പഠിക്കാനും നൈപുണ്യ വികസന കോഴ്സുകളിൽ പങ്കെടുക്കാനും ഇത് നല്ല സമയമാണ്. യാത്രകൾക്ക് ഈ മാസം പൊതുവെ അനുകൂലമായിരിക്കും. ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾ വിജയകരമാകും. വിനോദയാത്രകൾ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സഹായിക്കും. തീർത്ഥാടന യാത്രകൾ നടത്താനും സാധ്യതയുണ്ട്. സൂര്യന്റെ സ്വാധീനം നിങ്ങളുടെ നേതൃത്വ പാടവത്തെ കൂടുതൽ പ്രകാശിപ്പിക്കും. ഇത് തൊഴിൽ രംഗത്ത് പ്രൊമോഷനുകൾക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾക്കും വഴിയൊരുക്കും. അഗ്നിദേവതയുടെ സ്വാധീനം ഏതു കാര്യത്തിലും ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കും. ഇത് ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിർണായകമാകും. പൊതുവെ ശുഭാപ്തി വിശ്വാസികളായ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം കൂടുതൽ പോസിറ്റീവ് എനർജി അനുഭവപ്പെടും. ഇത് കാര്യങ്ങൾ അനുകൂലമാക്കാൻ സഹായിക്കും. കാർത്തിക നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനാണ്. എല്ലാ ദിവസവും രാവിലെ സൂര്യോദയ സമയത്ത് സൂര്യ നമസ്കാരം നടത്തുന്നത് വളരെ നല്ലതാണ്. സൂര്യമന്ത്രങ്ങൾ ജപിക്കുന്നതും സൂര്യദേവന് ജലം അർപ്പിക്കുകയും ചെയ്യുക. അഗ്നിദേവനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളോ മന്ത്രജപങ്ങളോ ചെയ്യുന്നത് ഉത്തമമാണ്. ദുർഗാദേവിയെ ആരാധിക്കുന്നത് ഗ്രഹദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. ചുവന്ന വസ്ത്രങ്ങൾ, ഗോതമ്പ്, ശർക്കര, ചെമ്പുപാത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. സൂര്യന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ്. സൂര്യമന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് ഉത്തമം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം വിജയത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു കാലഘട്ടമാണ്. സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്തോഷവും ഐക്യവും നിലനിൽക്കും. ആരോഗ്യപരമായ ഉന്മേഷവും ആത്മീയമായ ഉൾക്കാഴ്ചയും ഈ മാസം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കഠിനാധ്വാനം തുടരുകയും ചെയ്യുക. പ്രതിവിധികൾ സ്വീകരിച്ച് ഗ്രഹദോഷങ്ങളെ ലഘൂകരിക്കുകയും നല്ല ചിന്തകളോടെ മുന്നോട്ട് പോകുകയും ചെയ്യുക. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രകാശവും ഊർജവും നിറയട്ടെ എന്ന് ആശംസിക്കുന്നു.